എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ലൈക്ക് ആദ്യമേ അടിച്ചു, അപ്പോൾ പിന്നെ ഇടയിൽ ഇത് മറന്നു പോകേണ്ട പ്രശ്നം വന്നില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒരു നിറഞ്ഞ കുടുംബത്തിലൊരു സംഭവം നമ്മൾ പറയണത്. മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക്, മോഹന് രണ്ട് ഭാര്യമാരാണ്. രണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ ആ സിറ്റിയിൽ രണ്ട് ഭാര്യമാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ആദ്യത്തെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുണ്ട്, അതൊരു പെൺകുട്ടി. ആ ഭാര്യ മരിച്ചപ്പോൾ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ രണ്ടാമത് ഭാര്യ കഴിച്ചതിൽ ഒരു ആൺകുട്ടി. അങ്ങനെ രണ്ട് കുട്ടികൾ. അങ്ങനെ ഈ മൂത്ത ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിക്ക് എനിക്ക് കല്യാണപ്രായമായി. അപ്പോൾ മോഹൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. വസുമതിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള, അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പയ്യനാണ് കല്യാണം കഴിച്ചു കൊടുത്തോണ്ടത്. അദ്ദേഹം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരനാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവരടുത്ത് തന്നെ താമസമാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ മകനുണ്ട്, രണ്ടാമത്തെ ഭാര്യയിലെ മകൻ. അവനും കല്യാണം കഴിക്കണം. അപ്പോൾ കൊണ്ട് ചേച്ചി വന്നിട്ട് പറഞ്ഞു അവൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അവന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ തന്നെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടീനെ ഇവന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരെയും കല്യാണം ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെ പേര് വാസു എന്നാണ്, താഴെയുള്ള മകൻ്റെ പേര്. വാസുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ വാസുവിന് കല്യാണം കഴിച്ചപ്പോൾ വാസുവിന് വലിയ സന്തോഷമായി. നല്ലൊരു പെൺകുട്ടി, അതും കുടുംബത്തിലുള്ള തന്നെ പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവരായിട്ട് അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ ഇങ്ങനെ അവർ ദിവസം അവർ സിനിമയ്ക്ക് കൊണ്ടുപോകും, അതുപോലെ തന്നെ പാർക്കിൽ കൊണ്ടുപോകും, പല പല രാജ്യങ്ങൾ കാണാൻ പോകും. അങ്ങനെ അവർ വളരെ ഉല്ലാസകരമായിട്ടുള്ള ജീവിതം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ അവിടെ ചേച്ചി മാത്രമേ ഭർത്താവ് പല കാര്യങ്ങളിലായിട്ട് ടൂറായിരിക്കും, ചിലപ്പോൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഇവർ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ വാസുവിൻ്റെ ഭാര്യയ്ക്ക് ഗർഭമായി. അപ്പോൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി, എല്ലാവരും വളരെ ഹാപ്പിയായി. അങ്ങനെ ആ സന്തോഷം ഇവൾ 2 മാസമായി, 3 മാസമായി, 4 മാസമായി, അങ്ങനെ 5 മാസമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവർ ചേച്ചിയുടെ വീട്ടിൽ പോയി. അന്ന് അവിടെ ചേട്ടനില്ല. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ എന്നിട്ട് പറഞ്ഞു കുറച്ച് ദിവസം ചേച്ചിയുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും താമസിക്കുന്നു. ചേച്ചി പറഞ്ഞു ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ മുകളിലത്തെ റൂമിലാണ് നമ്മുടെ ചേച്ചി എന്തുണ്ടായിരുന്നു അനിയനും അനിയൻ്റെ ഭാര്യയ്ക്കും കൂടി വേണ്ടി റൂം ഒരുക്കിയത്. അപ്പോൾ അവിടെ മുകളിൽ താമസിക്കുന്നത്, ചോട്ടിൽ ചേച്ചി ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു ദിവസം അതുപോലെ തന്നെ ഇവളുടെ ഭാര്യ, നമ്മുടെ വാസുവിൻ്റെ ഭാര്യ ഉറക്കത്തിൽ ഒരു 4 മണിയായപ്പോൾ ഉറക്കത്തിൽ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ വാസു അടുത്തില്ല. വാസു അടുത്തില്ലാണ്ടായപ്പോൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പോൾ വാസു ഉണ്ട്, ഇവളുടെ ഭർത്താവ് ഹാളിലെ ഫാനുമ്മേ തൂങ്ങി മരിച്ച് നിൽക്കുന്നത്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് അടിമുട്ടിയിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നത്. ഇവളങ്ങനെ അല്ലറി കരഞ്ഞോട് കൂടിയിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ചേച്ചി ഓടി വന്നപ്പോൾ നോക്കിയപ്പോൾ ചേച്ചി കണ്ടപ്പോൾ ഇതാ കാണുന്നത്. ചേച്ചിയും കരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും എല്ലാവരും വന്നു നോക്കിയപ്പോൾ എല്ലാവരും പകച്ച് നിൽക്കുക. ഇതെന്താ ഇങ്ങനെ ഒരു തൂങ്ങി വരണം, കാല് രണ്ടും നിലത്ത് മുട്ടി നിൽക്കുന്നത്. അപ്പോൾ മുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയമ്മയാണ് കെട്ടി തൂങ്ങി മരിച്ചു പോകുന്നത്. എല്ലാവർക്കും ഇത് കണ്ടിട്ട് അത്ഭുതമായി. അപ്പോഴേക്കും എല്ലാവരും വീട്ടുകാർ വന്നു. ഇദ്ദേഹത്തിന് മരിക്കേണ്ട യാതൊരു കാര്യമില്ല. കുട്ടി 2 മാസം കൂടി കഴിഞ്ഞാൽ 3 മാസം കൂടി കഴിഞ്ഞാൽ പ്രസവിക്കാൻ നിൽക്കണം. ഭാര്യയായിട്ട് അത്ര സ്നേഹം, നല്ല നിറഞ്ഞ കുടുംബം, നല്ല സാമ്പത്തികമുള്ളവർ, ഒരു പ്രശ്നം ഇദ്ദേഹത്തിന് അലട്ടുന്നില്ല. അങ്ങനെ പോലീസ് വന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് എല്ലാവരും വീണ്ടും ഞെട്ടുന്നത്. കാരണം എന്താണ്, ഇവനെ കഴുത്ത് ഞെരിച്ചിട്ടാണ് ഇവൻ മരിച്ചു പോകുന്നത്, തൂങ്ങിയിട്ടല്ല മരിച്ചു പോകുന്നത്. അപ്പോൾ ആരാണിത് ചെയ്തത്? അതാണ് പിന്നെ പോലീസിൻ്റെ അന്വേഷണം. വീട്ടിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ അന്വേഷിക്കാം. അതിനുള്ള അവിടെയാണ് ഇവർ ഭാര്യയും അതുപോലെ തന്നെ ചേച്ചിയാണുള്ളത്. ചേച്ചീനെ ചോദ്യം ചെയ്തു. ചേച്ചി പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ നേരം വെളുത്തപ്പോൾ അവളുടെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ ഞാൻ ഇതാണ് കാണുന്നത്.
അവൾ പറഞ്ഞു എന്തോ തട്ടണ പോലെ തട്ടി മറിച്ചിടണ പോലെ ശബ്ദം കേട്ടു. അപ്പോഴാണ് ഞാൻ വല്ല പൂച്ചയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ണുറന്നെങ്കിൽ പിന്നെ ചേട്ടൻ അടുത്തില്ല. ചേട്ടനില്ലാടപ്പോൾ ചേട്ടൻ എന്തെങ്കിലും അടുക്കളയിൽ പോയി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ ഇറങ്ങി വന്നത്. അപ്പോഴാണ് ഞാൻ ഈ ചേട്ടൻ മരിച്ചു നിൽക്കുന്നത് കണ്ടതെന്ന് പറഞ്ഞു. പോലീസിന് ഒരു ഒത്തും പെടുത്താൻ കിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഫിംഗർ പ്രിൻറ്റോ എന്തെങ്കിലും ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പോലീസ് ഇതിൻ്റെ പിന്നാലെ അന്വേഷണം തുടങ്ങി. അന്വേഷണം ചെന്നെത്തിയത് എല്ലാവരെയും, നാട്ടുകാരെയും വീട്ടുകാരെയും അതുപോലെ തന്നെ എൻ്റെ വാസുവിൻ്റെ ഭാര്യനെയും എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കാര്യം ചെന്നെത്തിയത്. ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖഭാവം മാറിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ആകെ എന്ത് പറയണം ഏത് പറയണമെന്ന് അറിയാണ്ട് എപ്പോഴും എല്ലാവരും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു പകപ്പ് ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു. പോലീസ് അപ്പോൾ ടാർഗറ്റ് ചെയ്തത് ചേച്ചിനെയാണ്, ഭാര്യനെയല്ല. അങ്ങനെ അവസാനം വീട്ടിൽ വേറൊരാൾ കടന്ന ലക്ഷണമില്ല, അതുപോലെ തന്നെ പൂട്ട് പൊളിച്ചിട്ടില്ല, ആ വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ പോലീസ് ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അനിയനെ കൊല്ലുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതും സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഇനി വേറെ വല്ല അവിഹിത ബന്ധങ്ങളോ കാര്യങ്ങളോ ആരെങ്കിലും ഉണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ചേച്ചി ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് അവനെ കൊന്നതെന്ന്. അപ്പോൾ പോലീസ് ചോദിച്ചു എന്താ എൻ്റെ കാര്യങ്ങൾ, എന്തിനു വേണ്ടി കൊന്നു, എന്താണ് കാരണം ചോദിച്ചപ്പോൾ ചേച്ചി പറയുന്ന കാരണം കേട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അതിശയിച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോയത്. ഇങ്ങനെ ഒരു ബന്ധമോ, അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബന്ധം, ഇങ്ങനെ ഒരു മരണം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യയിൽ നമ്മുടെ ഉള്ള ആളാണ്, ഈ ഭാര്യയിൽ ഉണ്ടായതാണ് ഈ നമ്മുടെ പെൺകുട്ടി ചേച്ചി. രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായതാണ് വാസു അനിയൻ. അപ്പോൾ വീട്ടിൽ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസാണ്, ഒരു ഭയങ്കര സ്നേഹത്തിലാണ്. അനിയനും ചേച്ചിയായാലും രണ്ട് അമ്മയുടെ മക്കളായാലും ഒരച്ഛൻ്റെ രണ്ടമ്മയുടെ മക്കളായാലും ഇവർ ഭയങ്കര സ്നേഹത്തിലാണ്. ചിലപ്പോൾ പല ദിവസങ്ങളിലും ഇവൻ ചേച്ചിയുടെ കൂടെ വാസു കിടന്നുറങ്ങാറുണ്ട്. ഇവർ തമ്മിൽ അധികം വയസ്സിൻ്റെ വ്യത്യാസമൊന്നുമില്ല, അവിടെ കിടന്നുറങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഈ ചേച്ചി അനിയനെ എപ്പോഴും അടുത്ത് കെടുത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വകതിരിവുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇവർ ഒരുമിച്ച് കിടക്കണ കാരണം തന്നെ ഇപ്പോൾ ചേച്ചി തന്നെ ചില നേരത്ത് കിടക്കുമ്പോൾ ഈ ഇവനേലും മൂത്തതാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വിചാരങ്ങളൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ചിട്ട് ചിലപ്പോൾ മുലയമ്മ വയ്ക്കും. അവൻ ഒന്നും അറിയാത്ത പോലെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ പിടിപ്പിക്കും. അത് കഴിഞ്ഞ് സ്വകാര്യ ഭാഗത്ത് പിടിക്കും, അവൻ്റെ സ്വകാര്യ ഭാഗത്ത് പിടിക്കും. അങ്ങനെ അത് അവരൊരു ആ ചേച്ചിയുടെ വികാരം മാറ്റാൻ വേണ്ടി ചെയ്തതാണ് അനിയനെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കിടക്കണം. അങ്ങനെ ഇവർ എന്തുണ്ടായെന്ന് ഇവർ അങ്ങനെ ഇവർ ഒരുമിച്ച് കിടന്ന് ഇവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങി. ഇത് അങ്ങോട്ട് തുടർന്നുകൊണ്ടിരുന്നു. ചേച്ചിയും അനിയനായി ഒരു റൂമിൽ കിടന്നാലും ഇവരിങ്ങനെ ക്ലോസായി പെരുമാറിയും ആരും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർ ഇങ്ങനെ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി നടന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. അതുകൊണ്ട് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവൻ്റെ ഈ ശീലം മാറും. ഒരു പെണ്ണിനെ അവന് പരിപാടിക്ക് ദിവസം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടികയറ്റം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ പരിപാടിയൊക്കെ നിർത്തും, ചേച്ചിയായിട്ടുള്ള ബന്ധം നിർത്തും. അതോ ഇവള് പല പ്രാവശ്യം പറഞ്ഞു നമ്മളിനി ചെറുപ്പത്തിൽ നമ്മളങ്ങനെ ചെയ്ത് പഠിച്ചു, ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു ഭർത്താവുണ്ട്. ഇനി വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചെയ്യുമ്പോൾ ഇവൻ പല പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പം വീട്ടിൽ പോയിട്ടും അത് തുടങ്ങി പരിപാടി. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്ക് പോണത്. അതുകൊണ്ട് ഇവനെ തിരുത്തണം എന്ന് വെച്ചിട്ടാണ് ഇവനെ കൊണ്ട് വേഗം കല്യാണം കഴിപ്പിക്കുന്നതും. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോകും. പിന്നെ അവന് പരിപാടി ചെയ്യാനായിട്ട് ഒരു മിഷ്യൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ മുകളിൽ കളി നടന്നോളൂ, ചേച്ചീനെ ശരീരം കൊണ്ട് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് വിചാരിച്ചിട്ട് തന്നെ ചേച്ചി അത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചതും. പക്ഷെ ആ കല്യാണം കഴിച്ചിട്ടും അനിയൻ പരിപാടിക്ക് വേണ്ടി ചെല്ലുന്നതിനാണ്, ആ സ്വാദ് കിട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നതിനാണ്. ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഇവനെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ കല്യാണം കഴിച്ചിട്ട് ഇവൾ ഗർഭിണിയായപ്പോൾ പിന്നെ ഇവളെ പരിപാടി ചെയ്യാൻ പറ്റില്ല, പരിപാടി ചെയ്യരുതെന്ന് ഡോക്ടർമാർ നിർബന്ധിച്ചപ്പോൾ ഇവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഈ പരിപാടിയിലാണ് ഇവന് കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായി. ഇവൻ ചേച്ചിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലണം. അങ്ങനെ ഇവൻ ചേച്ചീനെ പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു 4 ദിവസം 5 ദിവസം അവിടെ ഇവളെ ഭാര്യനെ കൊണ്ട് നിർത്തിയിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നത്. അങ്ങനെ ഒരു ദിവസം അതുപോലെ തന്നെ പല പ്രാവശ്യവും ചെന്നപ്പോൾ ഇവൾ സമ്മതിച്ചില്ല.
അങ്ങനെ ഒരു ദിവസം സ്വല്പം മദ്യപിച്ച് ചെന്നു. മദ്യപിച്ച് അവൾ ഉറക്കായതിന് ശേഷം ചേച്ചിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചി പറഞ്ഞു, ഇത് ഇനി നമ്മൾക്ക് തുടരാൻ പറ്റില്ല എന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് പറ്റില്ല. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിന്നെ വല്ല വിഷം കുടിച്ച് ചാവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി. ഇവനാച്ച ബലായിട്ട് ബലാസംഗം ചെയ്യുന്ന പോലെ ചേച്ചിനെ പിടിച്ചു. ചേച്ചിനെ പിടിച്ചപ്പോൾ ചേച്ചിക്ക് ഇവനാച്ചുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട്, കുഴഞ്ഞാടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കഴുത്തിലെ പിടിച്ചു. ചില നേരത്ത് കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അധികം മുറുക്കുകയോ അധികം ബലം ഉണ്ടാവുകയോ ഒന്നും വേണ്ട. നമ്മുടെ ശരിക്കുള്ള യഥാർത്ഥ ഞരമ്പമ്പിൽ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഈ മദ്യപാനം കൂടി ചെല്ലുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. ശ്വാസം മുട്ടിയോടുകൂടി ചേച്ചി കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ ഇവനൊന്ന് ചെയ്യാണ്ട്, ചേച്ചീനെ ബലാത്സംഗം ചെയ്യാണ്ട് ഇവരൊന്നും തള്ളി മാറ്റാനായിട്ട് ബലമായിട്ട് കഴുത്തിമ പിടിച്ചതാണ്. പക്ഷെ അവനത് മദ്യപാനം അതെല്ലാം കൂടിയായപ്പോൾ അവൻ അപ്പം തന്നെ തലകയറ്റി വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി നോക്കിയപ്പോൾ അവൻ മരിച്ചിരിക്കുക. വേറെ രക്ഷയില്ല, ഇതിന്ന് രക്ഷപ്പെടണ്ടേ. ആ രക്ഷയിൽ പെടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഒരു സാരി എടുത്തിട്ട് ഇവനെ കഴുത്തിൽ കെട്ടിയിട്ട് ഫാനുമ ഇട്ടിട്ട് വലിച്ചു. ഇത്രയും അനിയനാണ്, പക്ഷെ ഉള്ള എല്ലാ സാരി ഇതെടുത്ത് വലിച്ച് കെട്ടിയിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ സാരി പെട്ടെന്ന് അഴുകിപ്പോന്നു. എന്നിട്ടാണ് ഈ കാല് നിലത്ത് മുട്ടിയിട്ട് നിന്നോടുന്ന ശവം. എല്ലാ കാര്യങ്ങളും തുറന്ന് പോലീസിനോട് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ചേച്ചി അറസ്റ്റായി. പോലീസിൻ്റെ വിചാരം ഒരാളും കൂടി ഇതിൽ സഹായിയായിട്ട് ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ സഹായി അങ്ങനെ ഒരാളില്ല. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നമാണ് ഉണ്ടായത്. അത് മാത്രമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളത് പോലീസിന് മനസ്സിലായി. ഇപ്പോൾ ജീവപര്യന്തം തടവിന് ആ ചേച്ചി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നമ്മൾക്ക് വികാരങ്ങളുണ്ടാവാം, പെണ്ണുങ്ങൾക്ക് വിചാരങ്ങളുണ്ടാവാം, ആണുങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ എല്ലാ ബന്ധങ്ങളൊക്കെ കണ്ടെത്തുക നല്ലത്. അല്ലാണ്ട് നമ്മുടെ ബന്ധത്തിലുള്ള തന്നെ, നമ്മുടെ രക്തബന്ധത്തിൽ തന്നെ നമ്മളിങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കണ്ടെത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നാട്ടുകാർക്ക് പറഞ്ഞ് ചെറിക്കാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്രൈം നടക്കാനും സാധ്യതയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളതൊക്കെ അവസാനിപ്പിക്കുക. അതൊക്കെ തെറ്റാണ്, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എത്രയോ സ്ത്രീകൾ പുറത്തുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടിക്ക് തയ്യാറായിട്ട് തന്നെ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയാലും സ്ത്രീകളെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നിങ്ങളെങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടരുത്, നമ്മുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. ഓക്കെ, ബൈ.